ഒരു പുതിയ ഇലക്ട്രിക് ടൂ വീലർ എടുക്കാൻ പോകുന്ന ഏതൊരാളും ഫസ്റ്റ് കൺസിഡർ ചെയ്യുക ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് എക്കണോമിക്കൽ വെഹിക്കിൾ എടുക്കുക എന്നുള്ളതായിരിക്കും. അതിനുശേഷം കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഏത് ബ്രാൻഡ് എടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരാളുടെ ആഗ്രഹം ഒരു 1 lakh അല്ലെ 1,10,000 നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്കണോമിക്കൽ വണ്ടി ഏതാണെന്നുള്ളതാണ് ഏതൊരാൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി ബജാജിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ വണ്ടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് വന്നിട്ട് ബജാജ് ചേതക് 2901 ആണ്. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് വണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പം ടി വി എസിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് ബേസ് വേരിയൻ്റ് ഉണ്ട്. അതായത് ടി വി എസിൻ്റെ iQube 2.2 kW ബാറ്ററി പാക്കുള്ള വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ഈ രണ്ട് വണ്ടികൾ നമ്മൾ കമ്പാരിസൺ ആണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ബജാജ് ചേതക് 2901 അതുപോലെ ടി വി എസ് iQube 2.2 kW ബേസ് വേരിയൻ്റുള്ള കമ്പാരിസൺ ആണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. ഇപ്പോൾ നിലവിൽ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ധാരാളം EV ടൂ വീലേഴ്സാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മന്ത്ലി റിപ്പോർട്ട് ആയാലും ശരി, ധാരാളം വണ്ടികൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതുപോലെ ഓലയാണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും നോക്കുന്നത് ഒരു ബെസ്റ്റ് എക്കണോമിക്കൽ വണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് മൈൻഡ് ചെയ്യുന്ന പ്രൈസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രണ്ട് വണ്ടികളുടെ പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്യാം. ബജാജ് ചേതക് 2901 എക്സ്ഷോറൂം കൊച്ചിയുടെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,633,000 രൂപയാണ് വരുന്നത്. അതേസമയം ടി വി എസ് iQube 2.2 kW റേറ്റ് കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ എക്സ്ഷോറൂം വരെയായിട്ട് വരുന്നത് 1,80,34,000 രൂപയാണ് വരുന്നത്. ഇതിപ്പോൾ നേരെ മറിച്ച് നിങ്ങൾ ഡൽഹിയിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേറ്റ് സബ്സിഡി കൂടുതലുണ്ട്. അപ്പോൾ രണ്ട് വണ്ടിക്കും ഏകദേശം ഒരു 95,000 രൂപ മുതൽ 96,000 രൂപയാണ് ഡൽഹിയിലെ റേറ്റ്. പക്ഷേ കൊച്ചിയിലാകുമ്പോൾ നമുക്ക് ടി വി എസിന് 1,80,000 രൂപയായിട്ടാണ് റേറ്റ് നിൽക്കുന്നത്. അടുത്ത നമുക്ക് ഡിസൈൻ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പം ഡിസൈൻ നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിക്കകത്ത് ഓൾമോസ്റ്റ് സിമിലർ ആണ് ഡിസൈൻ തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, രണ്ടും ഒരു റെട്രോ ഒരു ക്ലാസിക് ലുക്കിലാണ് വരുന്നത്. അതിൽ വേറെ കാര്യമുള്ളത് നമുക്ക് വന്നിട്ട് ഫാമിലിയിൽ ഏതൊരു മെമ്പറിന് ഈ വണ്ടി സ്യൂട്ടാവും. ഇപ്പോൾ അച്ഛനും അമ്മയും ആയിക്കോട്ടെ അല്ലെങ്കിൽ പിള്ളേരായിക്കോട്ടെ ആർക്കാണെങ്കിലും ഈ വണ്ടി സ്യൂട്ടാവും. അപ്പോൾ അങ്ങനെ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ്. എൻ്റെ ഫാമിലിക്ക് ഇത് യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്താ പറയുക കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടി എന്നാണ് ഇതിനെ പറയാൻ ഡിസൈന്. പിന്നെ ഫ്ലോർ ബോർഡിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിക്കകത്ത് ധാരാളം നല്ലൊരു സ്പേസ് ഉണ്ട്. നമുക്കിപ്പോൾ ഫ്രണ്ട് നല്ല ധാരാളം ലഗേജ് കാര്യമുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ചേഞ്ച് ചെയ്യുന്ന അണ്ടർ സീറ്റ് സ്റ്റോറേജിലാണ്. iQube വരുന്നത് 30 ലിറ്ററിൻ്റെ ഒരു അണ്ടർ സീറ്റ് സ്റ്റോറേജാണ് വരുന്നത്. നേരെ മറിച്ച് ബജാജ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 18 ലിറ്ററിൻ്റെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് iQube തന്നെയാണ്. അടുത്ത നമ്മൾ മോട്ടറിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ബജാജിൽ വരുന്നത് നമുക്കൊരു PMS സൈഡ് മൗണ്ടഡ് മോട്ടറാണ് വരുന്നത്. അതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത് 4.2 kW പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ടി വി എസ് iQube കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്നത് BLDC ഹബ് മോട്ടറാണ്. 4.4 kW പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടറിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബജാജ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് PMS മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ സസ്പെൻഷൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബജാജ് ചേതക് വരുന്നത് സിംഗിൾ സ്വിംഗ് ആം സസ്പെൻഷനാണ് ഫ്രണ്ട് വരുന്നത്. ബാക്കിൽ വന്നിട്ട് മോണോ സസ്പെൻഷൻ വരുന്നുണ്ട്. നേരെ മറിച്ച് ടി വി എസ് iQube കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് ഡ്യുവൽ സസ്പെൻഷൻ വരുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, BLDC മോട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം മോണോ സസ്പെൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് പകരമായിട്ട് നമുക്ക് ഡ്യുവൽ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അടുത്ത നമ്മൾ കീയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിക്കകത്ത് ഫിസിക്കൽ കീ വരുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ ചേതക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് വന്നിട്ട് ഫോപ്പ് കീയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. ഇനി മുതൽ രണ്ട് വണ്ടിക്കകത്ത് നമുക്ക് ഫിസിക്കൽ കീ വരുന്നുണ്ട്. അടുത്ത ടോപ്പ് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ iQube ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 75 km/h ആണ്. നേരെ മറിച്ച് ചേതക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 63 km ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത്. അടുത്ത ബാറ്ററി സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഉപയോഗിക്കുന്നത് 2.88 kW ബാറ്ററി ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് iQube കേസാണെങ്കിൽ 2.2 kW ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റേഞ്ച് നമ്മൾ പറയുകയാണെങ്കിൽ iQube 75 km റേഞ്ച് പറയുന്നുണ്ട്. നേരെ മറിച്ച് നമുക്ക് ബജാജ് ചേതക്കിലാണെങ്കിൽ 123 km IDC റേഞ്ച് പറയുന്നത്. ഇത് IDC റേഞ്ചാണ്. റിയൽ വേൾഡ് റേഞ്ച് നമുക്ക് കുറച്ച് കുറവായിരിക്കും. നമുക്കൊരു 100 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് iQube പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അടുത്ത റൈഡ് മോഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ iQube അകത്ത് നമുക്ക് രണ്ട് റൈഡ് മോഡ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വന്നിട്ട് എക്കോ പിന്നെ പവർ, രണ്ട് മോഡാണ് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ ബജാജിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിലും രണ്ട് മോഡ് തന്നെയാണ്. അതിൽ എക്കോയും സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. ഇതിൽ റിവേഴ്സ് മോഡ് നമുക്ക് iQube സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ബജാജിനകത്ത് നമുക്ക് റിവേഴ്സ് മോഡ് സ്റ്റാൻഡേർഡ് വരുന്നില്ല. നിങ്ങൾക്ക് ടെക് പാക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കണം. അതിന് അഡീഷണൽ 3000 കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് റിവേഴ്സ് മോഡ് കിട്ടുള്ളൂ. അടുത്ത ഇൻസ്ട്രുമെൻഷൻ ക്ലസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ iQube വരുന്നത് 5 ഇഞ്ചിൻ്റെ ഒരു നോൺ ടച്ച് TFT സ്ക്രീൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉണ്ട്, അതൊക്കെ വരുന്നുണ്ട്. നമുക്ക് ബജാജ് ചേതകിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ സാധാരണ സിമ്പിൾ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻഷൻ ക്ലസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്നുമില്ല. നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ, നിങ്ങൾക്ക് കണക്ടിവിറ്റി ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾ ടെക് പാക്ക് എടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ 3000 അഡീഷണൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ടെക് പാക്ക് കിട്ടുള്ളൂ. അപ്പോൾ ടെക് പാക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഈ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ബജാജ് ചേതകിൽ കിട്ടുന്നതാണ്. അടുത്ത ബ്രേക്കിംഗിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ iQube വരുന്നത് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ട് വരുന്നത്. നേരെ മറിച്ച് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. അതേസമയം നമ്മൾ ചേതക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് ഡ്രം ബ്രേക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
അടുത്തൊരു മേജർ ചേഞ്ച് വരുന്നത് അതിൻ്റെ ചാർജിങ് ടൈമിലാണ്. നമ്മുടെ ഐക്യൂബിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 950 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഐക്യൂബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 0 to 80 അച്ചീവ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ മതി. നമുക്ക് 0 to 100 ആണെങ്കിൽ അഗൈൻ ഒരു അഡീഷണൽ 1 hour എടുക്കുമായിരിക്കും. അങ്ങനെ ടോട്ടൽ നമുക്കൊരു 3 മണിക്കൂർ കൊണ്ട് വണ്ടി ഫുൾ ചാർജ് ആകുന്നതാണ്. അതേസമയത്ത് ചേതക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വരുന്നത് 500 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് വരുന്നത്. അത് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി 6 മണിക്കൂർ എടുക്കും. അപ്പോൾ അത്രയും വ്യത്യാസമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചാർജിങ്ങിൻ്റെ കേസിൽ ഐക്യൂബാണ് കുറച്ച് ബെസ്റ്റായിട്ട് നിൽക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, നമുക്ക് 950 വാട്ട്സിൻ്റെ ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. 2 മണിക്കൂറിനുള്ളിൽ വണ്ടി ഫുൾ ചാർജ് ആകുന്നുണ്ട്. 3 മണിക്കൂറിനുള്ളിൽ വണ്ടി ഫുൾ ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി ചോദ്യമാണ് ഏതാണ് നിങ്ങൾ എടുക്കേണ്ടത്, ഇതിൽ രണ്ടിന് ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി. ഇപ്പോൾ നിങ്ങൾക്കൊരു സോളിഡ് ബിൽഡിൽ വണ്ടി വേണം, അതായത് ബിൽഡ് ക്വാളിറ്റി എല്ലാം നല്ല വണ്ടി വേണം, മെറ്റൽ ബോഡിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബജാജ് ചേതക്കിലേക്ക് പോകാം. അത് മാത്രമല്ല റേഞ്ച് കുറച്ച് കൂടുതൽ നമുക്ക് ചേതക്കിലാണ് കിട്ടുന്നത്. നേരെ മറിച്ച് നമ്മൾ ടി വി എസ് കേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് TFT സ്ക്രീൻ വരുന്നുണ്ട്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉണ്ട്, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടി വി എസിൻ്റെ ഐക്യൂബിലേക്ക് നമുക്ക് പോകാം. പക്ഷേ റേഞ്ച് നമുക്ക് കുറച്ച് എന്താ പറയുക, ടി വി എസ് ഐക്യൂബ് കുറവാണെങ്കിൽ നമുക്ക് അതിൻ്റെ 950 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് വണ്ടി പെട്ടെന്ന് ചാർജ് ചെയ്ത് നിങ്ങൾക്ക് ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് 0 to 80 അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചേതക്കിനേക്കാൾ നല്ലത് ഐക്യൂബ് തന്നെയായിരിക്കും. അടുത്ത നമ്മൾ ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വണ്ടിക്കകത്തും വലിയ കുഴപ്പമില്ലാത്ത സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ഭാഗത്ത് ഇഷ്യൂസ് ഉണ്ട്, ചില ഭാഗത്ത് വലിയ കുഴപ്പമില്ല. രണ്ടിനും ചില ഭാഗത്ത് ഇഷ്യൂസും ചില ഭാഗത്ത് ഇഷ്യൂസ് ഇല്ലാതെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 50-50 ചാൻസ് ആണ്. അപ്പോൾ രണ്ടിനും നമുക്കൊരു പ്ലസ് പോയിന്റ് പറയാം. പിന്നെ വേറെ കേസ് നമുക്കുള്ളത് അതിൻ്റെ മോട്ടറിൻ്റെ സ്പെക്കാണ്. മോട്ടറിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ TVS വരുന്നത് നമുക്കൊരു BLDC മോട്ടറാണ്. അതേസമയത്ത് ചേതക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് മൗണ്ട് PMS മോട്ടർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബജാജ് ചേതക്കായിരിക്കും ഈ ഒരു മോട്ടർ സ്പെക്കിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ സജഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ബജാജ് ചേതക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം വേറെ ഒന്നല്ല, ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്നുള്ളത് ബജാജ് ചേതക്ക് തന്നെയാണ്. കാരണം നമുക്കൊരു സോളിഡ് ബിൽഡ് വണ്ടി വരുന്നുണ്ട്, മാത്രമല്ല നമുക്കൊരു എന്താ പറയുക റേഞ്ച് കൂടുതലുണ്ട്, പിന്നെ മോട്ടർ നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ചോയ്സിൽ ബജാജ് ചേതക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എടുക്കുക ബജാജ് ചേതക്കിൻ്റെ 2901 തന്നെയാണ്. കാരണം പ്രൈസ് വൈസ് നോക്കിയാലും കൊച്ചിയുടെ റേറ്റ് എന്ന് പറയുന്നത് 1,633 രൂപയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ല വില തന്നെയാണ്, നല്ല റേറ്റാണ്. ഈ ഒരു റേറ്റിന് തീർച്ചയായിട്ടും നല്ലൊരു സ്പെക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ബജാജ് ചെയ്ത കാര്യം റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ വേറെ കാര്യമുള്ള നിങ്ങൾ അഡീഷണൽ 3000 രൂപ നിങ്ങൾ ടെക് പാക്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും വെറുതെ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ധാരാളം ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് ഹിൽ ഹോൾഡ് ആയിക്കോട്ടെ, മ്യൂസിക് കൺട്രോൾ ആയിക്കോട്ടെ, ബ്ലൂടൂത്ത് ആയിക്കോട്ടെ, റിവേഴ്സ് മോഡ്, അങ്ങനെ പല ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബജാജ് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ടെക് പാക്ക് എടുക്കാൻ വേണ്ടി നിങ്ങൾ മറക്കല്ലേ. അതിനകത്ത് വേറെ കാര്യമുള്ള നിങ്ങൾ എൻ്റെ ചാനലിലൊരു വീഡിയോ ഉണ്ട് ഇതിനെക്കുറിച്ച്, ടെക് പാക്കിനെ കുറിച്ച്, എൻ്റെ വണ്ടിയെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസും വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ജസ്റ്റ് കാണാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വേറെ കാര്യം പറയാൻ വിട്ട് വാറണ്ടി കേസാണ്. 2 വണ്ടിക്കകത്ത് നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ വാറണ്ടി തന്നെയാണ്. എടുത്ത് ഞാൻ പറയുന്നില്ല, ഓൾമോസ്റ്റ് സെയിം വാറണ്ടി കിട്ടുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി കുറച്ചുകൂടി വെർത്തായിട്ട് തോന്നുന്നത് നമുക്ക് ബജാജ് ചേതക്കിൻ്റെ 2901 തന്നെയാണ്. വേറെ ഒന്നല്ല, TVSൻ്റെ റേഞ്ച് കുറച്ച് കുറവാണ്. അത് നമുക്ക് ഡെയിലി കുറച്ച് ദൂരം കൂടുന്ന ആൾക്കാർ, ഓട്ടം ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേതക്കിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ചുകൂടി നമുക്ക് 130 റേഞ്ച് IDC എന്ന് പറയുമ്പോൾ നമുക്ക് 100 കിലോമീറ്ററൊക്കെ നമുക്ക് റിയൽ വേൾഡ് റേഞ്ച് കിട്ടേണ്ടതാണ്. അപ്പോൾ ചേതക്കിനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സാധാരണ ആൾക്കാർ കിട്ടാറുണ്ട്. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും ഞാൻ പേഴ്സണൽ റെക്കമെൻഡ് ചെയ്യുക ബജാജ് ചേതക്ക് തന്നെയാണ്. ആക്ച്വലി പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷേ നമ്മളിപ്പം എന്താ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടാം മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ റേറ്റിന് തീർച്ചയായിട്ടും ബജാജ് ചേതക്കിനായിരിക്കും ബെസ്റ്റ് വാല്യൂ ഫോർ മണി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.